ഇനി നമ്മുടെ അനീഷേട്ടന് ബിഗ് ബോസ് ഒരു അവസരം കൊടുത്തിരിക്കുകയാണ്. സ്വന്തം മുഖത്ത് നോക്കി സംസാരിക്കാൻ, കണ്ണാടിയിലൂടെ തൻ്റെ പ്രതിബിംബത്തിൽ നോക്കി സംസാരിക്കാൻ ഒരു അവസരം. അപ്പോൾ നമ്മുടെ അനീഷേട്ടൻ എന്തായാലും പൊളിച്ചെടുക്കാതിരിക്കത്തില്ലല്ലോ അത്. അനീഷേട്ടൻ പറയാണ്, എൻ്റെ മുൻപിൽ നിൽക്കുന്ന ഈ കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ കാണുന്ന അനീഷിനെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ചില മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. എൻ്റെ മനസ്സ് അത്രമേൽ ഉറച്ചതായിരുന്നു. ഇവിടുന്ന് കിട്ടിയതെല്ലാം ഒരു പ്ലസ് പോയിൻ്റ് ആണെന്ന് വിചാരിക്കുക അനീഷ് ഒരു വിന്നറാവട്ടെ. വിന്നറാകാൻ വേണ്ടി അനീഷേട്ടനെ തന്നെ ആശംസിക്കുകയാണ്. ഒരു വിന്നറിൻ്റെ കുറേ ക്വാളിറ്റി ഉള്ളൊരു മനുഷ്യനാണ് കേട്ടോ ഇത്. ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. വന്ന നാൾ തൊട്ട് ഒഴുക്കിനെതിരെ നീന്തുക എന്ന് പറയത്തില്ല, അവിടെയുള്ള സകല ആളുകളുടെയും ഓപ്പോസിറ്റ് നീന്തി അല്ലെങ്കിൽ അവർക്ക് എഗെയിൻസ്റ്റായിട്ട് നിന്നുകൊണ്ട് തനിക്കുള്ള സ്ഥാനം പ്രേക്ഷകരുടെ മുൻപിൽ പിടിച്ചടക്കിയ ഒരു വ്യക്തിയാണ് അല്ലേ. അനീഷിനെ പോലൊരു കോമണർ ബിഗ് ബോസിൽ വരുമ്പോൾ ഭയങ്കര ടഫാണ് ആ ഒരു പൊസിഷൻ നേടിയെടുക്കുക. പലരും ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കണ്ടുപരിചയമുള്ള മുഖങ്ങൾക്ക് വരെയും അവരുടെ പോലും അല്ല അവർക്ക് മുകളിലായിട്ട് നമ്മൾ ഓർത്ത് വെക്കാൻ ആ ഒരു ഡേ 1 തൊട്ട് നമുക്ക് സാധിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ മറ്റുള്ളവരെ വ്യക്തിഹത്യ ചെയ്യുന്നതോ അല്ലെങ്കിൽ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ ഒരാളെ ആവശ്യമില്ലാതെ വലിച്ചിടുന്നതിലോ അല്ലെങ്കിൽ അക്രമാസക്തമായിട്ട് പെരുമാറുന്നതിലോ ഒന്നിലൂടെയുമല്ല ഈ മനുഷ്യനെ നമുക്ക് വേറിട്ട് തോന്നിയിട്ടുള്ളത്. പുള്ളി ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും അതിൻ്റേതായിട്ടുള്ളൊരു സത്യസന്ധതയുണ്ട്. എന്ത് കാര്യം ചെയ്യുമ്പോഴും പുള്ളി കുറച്ച് ജെന്യുവിനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ജെന്യുവിൻ കാര്യത്തിന് വേണ്ടി മാത്രം സംസാരിക്കുക, അതിനു വേണ്ടി മാത്രം നിൽക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരാളുടെ കൂടെ മാത്രം മാറി നിൽക്കുക എന്നൊരു വ്യക്തിത്വമുണ്ട്. ആരൊക്കെ വാക്കുകൾ കൊണ്ട് തന്നെ ആക്രമിച്ചപ്പോഴും പരിധി വിട്ട് ഓരോ രീതിയിൽ പെരുമാറിയപ്പോഴും ഒരുപാട് നിയന്ത്രണമല്ലാത്ത രീതിയിൽ തനിക്കെതിരെ പല കാര്യങ്ങൾ വന്നപ്പോഴും ഒരു കൂട്ടം ആൾക്കാർ എഗെയിൻസ്റ്റ് നിന്നപ്പോഴും എല്ലാം ആ മനുഷ്യൻ്റെ കൺട്രോളിലായിരുന്നു. ആ മനുഷ്യൻ ഒരിക്കൽ പോലും ആ ഒരു രീതിയിൽ തിരിച്ച് റിയാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാനോ ചീത്ത വാക്കുകൾ വിളിച്ച് ആൾക്കാരെ വേദനിപ്പിക്കാനോ ഒരിക്കൽ പോലും അനീഷ് എന്ന ഒരു വ്യക്തി ശ്രമിച്ചിട്ടുമില്ല. ഈ ഒരു 100 ഡേയ്സ് ഇതിനൊക്കെ 100 ഡേയ്സ് എന്ന് പറയാം. ഉറപ്പായിട്ടും 100 ഡേയ്സ് നിൽക്കാൻ നല്ല രീതിക്ക് ചാൻസ് ഉള്ള ഒരാളാണ്. അതിൻ്റെ ആ ഒരു ക്വാളിറ്റി ആ മനുഷ്യനിലുണ്ട്. ചെറിയ കള്ളത്തരങ്ങളൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഷോ നല്ല രീതിക്ക് പഠിച്ച് എങ്ങനെ കളിച്ചാൽ എങ്ങനെ നിന്നാൽ പറ്റും, ആദ്യം എങ്ങനെ നിൽക്കണം, അവസാനം പോകുമ്പോൾ എങ്ങനെ നിൽക്കണം എന്നുള്ള രീതിക്കൊക്കെ നല്ല രീതിയിൽ അറിഞ്ഞ് കളിച്ച ഒരു മനുഷ്യനാണ്. പറയാനാണെങ്കിൽ ഷാനവാസുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് പോലും ലാലേട്ടൻ ഇട്ടുകൊടുത്ത ആ ക്ലൂവിൽ നിന്നും പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ടതുപോലെ നമുക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ അങ്ങനെ കാണുമായിരിക്കും, നമുക്ക് തോന്നുവാണ്. കാരണം അനീഷേട്ടനെ പോലുള്ളൊരു വ്യക്തിയെ ഭയങ്കരമായിട്ട് നമുക്ക് അങ്ങോട്ട് മനസ്സിലാക്കാൻ പാടാണ്. കാരണം ആൾ വ്യത്യസ്തമായ രീതിയിൽ വന്ന് വളരെ വ്യത്യസ്തമായ രീതിയിൽ ഇപ്പോൾ നിൽക്കുന്ന ഒരാളാണ്. അപ്പം ഈ ഷാനവാസിനോടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ തുടക്കത്തിൽ മേ ബി ഒരു പേരിന് തുടങ്ങിയതാണെങ്കിലും ഗ്രാജ്വലി അത് ഡെവലപ്പായി ഒരു ഫ്രണ്ട്ഷിപ്പിലോട്ട് മാറിയതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നിരുന്നാലും ഒരു ഫ്രണ്ടിനെ മറ്റൊരാൾക്കും മേലെ ഇട്ടുകൊടുക്കാതെ, ഒരാൾക്ക് വലിച്ചു കീറാൻ ഇട്ടുകൊടുക്കാതെ, ആൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ ആ ഒരു മനസ്സുള്ളൊരു മനുഷ്യനാണ്. ആകപ്പാടെ എനിക്ക് തെറ്റുപറ്റി തോന്നിയിട്ടുള്ളത് അനുമോളുടെ കാര്യത്തിലാണ്. അനുമോളിപ്പം എത്ര ആളെ ഇതാക്കാൻ ശ്രമിച്ചെന്ന് മറ്റുള്ള ആൾക്കാർ പറഞ്ഞാലും പുറമേ നിന്ന് കാണുന്നവർക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും അനുമോൾ കാണിക്കുന്നതൊക്കെ വെറും തമാശക്കാണെന്നും അനുമോൾക്ക് ഈ മനുഷ്യനോട് ആ ഒരു രീതിയിലുള്ള സ്നേഹമില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അനീഷേട്ടനെ പോലുള്ളൊരു വ്യക്തി റിയൽ ലൈഫിൽ ഇങ്ങനെ തന്നെയാണെങ്കിൽ ഉറപ്പായിട്ടും അനീഷേട്ടൻ അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അനീഷേട്ടൻ്റെ തെറ്റല്ല, കുറ്റമല്ല. പിന്നെ ആകപ്പാടെ തോന്നിയിട്ടുള്ളത് പലരും പുറത്തുനിന്ന് വന്നിട്ട് അനുമോളെ ഈ കാര്യം പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഇതേപോലെ അനുമോളുടെ ആ ഒരു ക്യാരക്ടർ അസാസിനേഷൻ നടത്തിയപ്പോൾ എല്ലാം ചിരിച്ചുകൊണ്ട് പുള്ളി മിണ്ടാതിരുന്നു എന്നുള്ളത് കുറച്ച് വേദന ഉണ്ടാക്കുന്നുണ്ട്. പുള്ളി പറയണമായിരുന്നു, എനിക്ക് തോന്നിയൊരു തെറ്റിദ്ധാരണയാണ്, അനുമോളെ അത്രമേൽ സ്നേഹിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും അനുമോളുടെ ഭാഗത്ത് അങ്ങനെ ഒരു കുറ്റമില്ല എന്ന് പറയണമായിരുന്നു പുള്ളി. അതും കൂടെ പുള്ളി പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി. ആ മനുഷ്യരിലെ എല്ലാ ക്വാളിറ്റിയും 100% നിലനിൽക്കുകയും ആ ഒരു വാക്ക് പുള്ളി പറയുമ്പോൾ പുള്ളിയുടെ ഗ്രാഫ് കുറച്ചും കൂടി ഉയരത്തതേ ഉള്ളൂ. കാരണം അനുമോൾ നോ പറഞ്ഞു, അനുമോൾ കാരണമാണെന്ന് ബാക്കിയുള്ള ആൾക്കാരെല്ലാം പുറത്തുനിന്ന് വന്നവർ പറയുന്നു. അപ്പം അനീഷേട്ടനെ പോലൊരു വ്യക്തി അങ്ങനെയും കൂടെ പറഞ്ഞാൽ അനുമോളോട് അങ്ങനെ നിങ്ങൾ ചെയ്യരുത് അല്ലെങ്കിൽ അങ്ങനെ പറയരുത്, അതെൻ്റെ തെറ്റിദ്ധാരണയാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ മൗനം പാലിച്ച് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ തലയാട്ടി ഇരിക്കുന്നതിന് പകരം
ഈ ഒരു കാര്യം പറഞ്ഞിരുന്നെങ്കിൽ അനീഷേട്ടൻ്റെ ഗ്രാഫ് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകത്തേ ഉള്ളായിരുന്നു. അപ്പം പലർക്കും തോന്നും അനീഷേട്ടൻ ഇതൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ടല്ല. ഇപ്പം പലർക്കും ഒരു കൺഫ്യൂഷനുണ്ട്, അനീഷേട്ടൻ അനുമോൾക്കെതിരുള്ളൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ടാണോ മൗനം പാലിക്കുന്നതെന്നുള്ളത്. അല്ലെങ്കിൽ അനീഷേട്ടനോട് കാണിച്ച ആ ഒരു ആക്ടിന് അനീഷേട്ടൻ ആ രീതിയിൽ എടുത്തതിനെ ഇപ്പോഴും ചോദ്യം ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പം അതിനൊരു ക്ലാരിറ്റി അനീഷേട്ടൻ കൊടുത്തിരുന്നെങ്കിൽ അനീഷേട്ടൻ ഒരുപാട് ഉയരങ്ങളിലെത്തി ഉറപ്പായിട്ടും അനുമോളേക്കാൾ ഒരുപടി മുൻപിലെത്തി ആ ഒരു വിന്നറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നല്ല രീതിക്ക് ഒരു പ്രയോജനം ചെയ്യുമായിരുന്നു. പക്ഷേ അനീഷേട്ടൻ അത് ചെയ്തില്ല. അപ്പോൾ അത് മാത്രമാണ് എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയത്. പക്ഷേ ആൾ ഒരുപാട് ചേഞ്ചായി, ആൾക്കാരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുന്ന രീതിയിൽ ആളുടെ ഒരു ഗെയിം മൊത്തത്തിൽ മാറ്റി. അപ്പം ഇത്രയും ഏകാഗ്രതയോടുകൂടി വീക്ഷണത്തോടുകൂടിയും കളിച്ച ഈ ഒരു മനുഷ്യൻ്റെ ഗെയിമിനെക്കുറിച്ചും ഈ ആളെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഈ പുള്ളിയാണോ കപ്പ് അർഹിക്കുന്നത്? ഡിസേർവിങ് ആയിട്ടുള്ള ഒരാളാണോ കപ്പ് മേടിക്കാൻ വേണ്ടി? അങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ എന്താ പറയുക, സോഷ്യൽ മീഡിയയും ഇപ്പം ഡബിൾ സ്റ്റാൻഡിലാണ്. കാരണം ആർക്കാണ് കൊടുക്കേണ്ടതെന്നുള്ളത് ഇപ്പോഴും ഒരു പ്രെഡിക്റ്റബിൾ അല്ലാതെ അൺപ്രെഡിക്റ്റബിളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മൊമെൻ്റാണ്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റ് വളരെ വിലപ്പെട്ടതാണ്. നിങ്ങളത് ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.